എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ സംഘികളെല്ലാവരും കൂടി മമ്മൂക്കയുടെ പിന്നാലെയാണ്. മലയാളത്തിന്റെ മഹാനടന്റെ നേർക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വർഗീയ വിഷം തുപ്പുകയാണ് സംഘപരിവാറുകാർ. മമ്മൂട്ടിയുടെ പേര് മുഹമ്മദ് കുട്ടിയാണെന്നും ആള് സുഡാപ്പിയാണെന്നും ഒക്കെയാണ് സംഘികളുടെ ഏറ്റവും പുതിയ ഐറ്റം. അല്ലെങ്കിൽ തന്നെ സിനിമ കല എന്നൊക്കെ പറഞ്ഞാൽ സംഘികൾക്ക് എന്നാണ് അതൊക്കെ മനസ്സിലായി തുടങ്ങിയത് ആവോ? നായികയുടെ അടിവസ്ത്രത്തിന്റെ നിറം നോക്കി സിനിമ ബഹിഷ്കരിച്ച അവന്മാർക്ക് ഇപ്പോ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കയറി ചൊറിയാനാണ് ഭാവം. 72 വയസ്സുണ്ട് മമ്മൂട്ടിക്ക്. അതിൽ 50 വർഷത്തിലധികം നീണ്ട സിനിമാ ജീവിതത്തിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 410-ലധികം സിനിമകൾ, മികച്ച നടനുള്ള ദേശീയ അവാർഡുകൾ 3 തവണ, 9 സംസ്ഥാന അവാർഡുകൾ, 1998-ൽ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ച പ്രതിഭ, ശേഷം കേരളപ്രഭ പുരസ്കാരം. എവിടെയും മമ്മൂട്ടിയുടെ മതം ആരും ചോദിച്ചിട്ടില്ല. ആ അഭിനയ തികവിനെ കുറിച്ച് മാത്രം സംസാരിച്ചു. ആ വിസ്മയ നടനം കണ്ട് അത്ഭുതം കൂറി നിന്നു. ജീവനേക്കാളേറെ സിനിമയെ നെഞ്ചോട് ചേർത്ത, ലോകത്തിനു മുന്നിൽ മലയാള സിനിമയെ അന്തസ്സോടെ തലയുയർത്തി നിൽക്കുവാൻ പ്രാപ്തമാക്കിയ ഇതിഹാസം, അതാണ് മലയാളിക്ക് മമ്മൂട്ടി. മമ്മൂട്ടിയുടെ മതേതരത്വത്തെപ്പറ്റി ക്ലാസ് എടുക്കാൻ സംഘപരിവാർ ഇങ്ങോട്ട് വരണ്ട. ആ പരിപ്പ് ഇവിടെ വേവില്ല. മമ്മൂട്ടി മലയാളികളുടെ അഭിമാനമാണ്.